ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബൈബിൾ സർവേയുടെ 50-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ആ നിലയിലെ കഴിഞ്ഞ 50 ക്ലാസ്സുകൾ നമുക്ക് ഇപ്രകാരം ഈ വിഷയത്തിൽ ഒരുമിച്ച് തുടരുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് 50 ക്ലാസ്സിൽ ഈ വിഷയം തീർക്കണമെന്നാണ് ബൈബിൾ സർവേ. പക്ഷേ അത് നാം ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ ഒരു മഹത്വം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഈ ചെറിയ പ്രവചന പുസ്തകങ്ങളൊക്കെ എല്ലാം ഒരു ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ വിഷയത്തിലോട്ട് ഈ പുസ്തകങ്ങളൊക്കെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ചെറിയ പ്രവാചകന്മാർ എന്നുള്ള പേര് ഈ പുസ്തകങ്ങൾ കൊണ്ട് പ്രവചനങ്ങളുടെ വലിപ്പം കുറവായിരിക്കാം, പക്ഷെ ചെറിയ പ്രവചനങ്ങളല്ല ഉള്ളത്, വളരെ ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ആ നിലയിൽ കഴിഞ്ഞ 50 ക്ലാസ്സുകളിൽ ഒരു വർഷത്തിലധികമായിട്ട് നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് ഈ വിഷയം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട്, ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇത് എത്ര പേർക്ക് ആർക്കൊക്കെ പ്രയോജനകരമായി തീരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അത് കേൾക്കുന്ന എല്ലാവർക്കും അത് പ്രയോജനപ്രദമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം അതിനായിട്ട് പ്രത്യേകം സഹായിക്കട്ടെ. നമ്മൾ സൂമിലൂടെയും അതിനുശേഷം യൂട്യൂബിലും ഈ ക്ലാസ് ഇടുന്നുണ്ട്. യൂട്യൂബിലും കുറച്ചു പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും ഈ ക്ലാസ് അനേകർക്ക് പ്രയോജനകരമായി തീരുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വളരെ ആവശ്യമാണ്. കഴിയുമെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സുകൾ അത് അധികം പേരിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അധികം പേർക്ക് അത് പ്രയോജനകരമായിട്ട് തീരുവാനായിട്ട് ഇടയായിട്ട് തീരും. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെയാണ് നാം ഈ ദിവസങ്ങളിൽ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നാം പലപ്പോഴും ചിന്തിക്കാത്ത അല്ലെങ്കിൽ അധികം നാം പഠിക്കാത്ത പുസ്തകങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് അനേക കാര്യങ്ങൾ നമ്മുടെ ചിന്തിക്കുവാനും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടുന്ന അനേക പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടും ഇടയായിട്ട് തീരും. നാം ഈ പ്രവചന പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ പോലും നാം പ്രവചനപരമായിട്ടുള്ള രീതിയിലല്ല നാം ഇതിനെ പ്രധാനമായിട്ടും ഈ പുസ്തകങ്ങളെ നമ്മൾ സമീപിക്കുന്നത്. നാം ബൈബിളിലെ ഏത് പുസ്തകം നാം പഠിക്കുമ്പോഴും അത് പ്രായോഗികമായിട്ടുള്ള നിലയിലാണ് നാം അതിനെ സമീപിക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നത്. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്തിന് മനുഷ്യൻ വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ ഗുണീകരണത്തിന്, ശാസനത്തിന്, നീതിൽ അഭ്യാസത്തിന് പ്രയോജനമുള്ളതാണ്. നമുക്ക് ആത്മീയമായിട്ട് വളരുവാനായിട്ടുള്ളതാണ് ദൈവവചനം. അതുകൊണ്ട് ഇതിലെ ഓരോ വചനവും നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് ഉള്ളതാണ്. അതുകൊണ്ട് നാം ഈ വിഷയം നാം കൈകാര്യം ചെയ്യുമ്പോഴും പ്രവചനപരമായിട്ട് ഉള്ളതിനേക്കാൾ അധികമായിട്ട് നമുക്ക് ഇതുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടാനായിട്ട് സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നമുക്ക് എടുക്കാൻ, നമുക്ക് എങ്ങനെ കൂടുതൽ ആത്മീയരായിട്ട് മുന്നേറുവാനായിട്ട് സാധിക്കും, ആ നിലയിലാണ് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നാം മീഖായുടെ പ്രവചനം വരെയാണ് നാം ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ച നാം മീഖാ പ്രവചനത്തിലൂടെയാണ് നാം കഴിഞ്ഞ ആഴ്ച നാം കടന്നുപോയത്. ഇന്ന് അതിനുശേഷം നാഹൂമിന്റെ അടുത്ത പ്രവചന പുസ്തകമായിട്ടുള്ള ചെറിയ പ്രവാചകന്മാരിൽ അടുത്ത പുസ്തകമായിട്ടുള്ള നാഹൂമിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് ഇന്ന് കടന്നു വരാം. നമുക്ക് ഇന്ന് നാഹൂം പ്രവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നാഹൂം പ്രവചനം എന്ന് പറയുന്നതും ചെറിയ ഒരു പുസ്തകമാണ്. 3 അധ്യായങ്ങളും 47 വാക്യങ്ങളും മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമായിട്ടാണ് നാഹൂം ഇരിക്കുന്നത്. എല്ലാ പ്രവാചക പുസ്തകങ്ങളെയും പോലെ ഇതിന്റെ എഴുത്തുകാരനായിട്ടുള്ള നാഹൂം പ്രവാചകന്റെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. ഈ പ്രവചന ഗ്രന്ഥങ്ങളെല്ലാം അതിന്റെ എഴുത്തുകാരുടെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. ആ നിലയിൽ ഈ നാഹൂം പ്രവചനവും ഇതിന്റെ എഴുത്തുകാരനായിട്ടുള്ള പ്രവാചകനായ നാഹൂമിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ നാഹൂം പ്രവാചകനെ കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ നാഹൂം പ്രവാചകനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. മറ്റു പല പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഓബദ്യാവൊക്കെ പഠിച്ചപ്പോൾ നാം ചിന്തിച്ചതുപോലെ പലരും തങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ തന്നെ
നാഹൂം പ്രവാചകനും തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ തന്റെ ലക്ഷ്യം ദൈവം തനിക്ക് തന്നിട്ടുള്ള അരുളപ്പാടുകൾ അത് ജനത്തെ അറിയിക്കുക എന്നുള്ളതായിരുന്നു തന്റെ ലക്ഷ്യം. നാഹൂം എന്നുള്ള വാക്കിന്റെ അർത്ഥം കൺസോളർ അല്ലെങ്കിൽ കംഫോർട്ടർ എന്നുള്ള അർത്ഥമാണ്. അതായത് ആശ്വാസകൻ അല്ലെങ്കിൽ ആശ്വാസപ്രദൻ എന്നുള്ള പേരാണ് നാഹൂമിനുള്ളത്. നാഹൂം എന്നുള്ള വാക്കിന്റെ അർത്ഥം ആശ്വാസകൻ അല്ലെങ്കിൽ ആശ്വാസപ്രദൻ എന്ന് നമുക്ക് ചിന്തിക്കാം. അത് മാത്രമല്ല, എന്നാൽ ഈ നാഹൂമിന്റെ പേരിന്റെ അർത്ഥവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പ്രവചനമാണ് ഇവിടെ നാഹൂം പ്രവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ പുസ്തകത്തില് നാം ആശ്വാസത്തെക്കാൾ അധികമായിട്ട് നിനവയുടെ മേൽ വരാൻ പോകുന്ന കഠിനമായിട്ടുള്ള ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധിയാണ് ഇവിടെ ഈ പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വളരെ കാർക്കശ്യമായിട്ടുള്ള വളരെ അവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചുള്ള സന്ദേശമാണ് നമുക്ക് ഈ നാഹൂം പ്രവചനത്തില് നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, നിനവയെ കുറിച്ചുള്ള പ്രവാചകം എൽക്കോഷ്യനായ നഹൂമിന്റെ ദർശന പുസ്തകം. ഇവിടെ നാഹൂമിന്റെ ജന്മസ്ഥലം എൽക്കോഷ് ആണ് നമുക്ക് മനസ്സിലാക്കാം. എൽക്കോഷ്യനായ നാഹൂമിന്റെ ദർശന പുസ്തകം. അപ്പോൾ എൽക്കോഷ് നിവാസിയായിരുന്നു നാഹൂം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എൽക്കോഷ് എന്ന് പറയുന്നത് ചില വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് യെരുശലേമിൽ നിന്ന് 20 മൈൽ തെക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കാനാണ് സാധ്യത. യെരുശലേമിൽ നിന്ന് 20 മൈല് തെക്ക് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എൽക്കോഷ്. അപ്പോൾ നാഹൂം പ്രവാചകൻ അവിടുത്തുകാരനാണ്. അത് എൽക്കോഷാണ് തന്റെ ജന്മസ്ഥലം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും ഈ പുസ്തകം നാഹൂം പ്രവചനം എഴുതിയ സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ചില സൂചനകൾ നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ 3-ാം അധ്യായം 8 മുതൽ 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ മിസ്രൈമിലെ നോ അമ്മോൻ എന്ന് പറയുന്ന ഒരു സ്ഥലം നശിച്ചതായിട്ട് അവിടെ പറയുന്നുണ്ട്. മിസ്രൈമിലെ ഒരു സ്ഥലം, ആ സ്ഥലത്തിന്റെ പേര് നോ അമ്മോൻ എന്നാണ്. നമുക്കതൊന്ന് വായിക്കാം. 3-ാം അധ്യായം 8 മുതൽ 10 വരെ. നദികളുടെ ഇടയിൽ ഇരിക്കുന്നതും ചുറ്റും വെള്ളമുള്ളതും സമുദ്രം കതിലും ആയിരിക്കുന്നതുമായ നോ അമ്മോനേക്കാൾ നീ ഉത്തമ ആകുന്നുവോ? കൂശും മിസ്രൈമും അവളുടെ ബലമായിരുന്നു, അത് സീമയില്ലാത്തതായിരുന്നു. ഊത്യരും ലൂബ്യരും നിന്റെ സഹായന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നിട്ടും അവൾ ബദ്ധയായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവളുടെ പൈതങ്ങളെ അവർ സകല വീഥികളുടെയും തലയ്ക്കൽ വെച്ച് തകർത്തു കളഞ്ഞു. അവളുടെ മാന്യന്മാർക്ക് അവർ ചീട്ടിട്ടു. അവളുടെ സകല മഹാന്മാരെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചു കളഞ്ഞു. ഓക്കെ, ഈ നോ അമ്മോൻ എന്ന് പറയുന്ന ഒരു സ്ഥലം അത് നശിക്കും, നശിച്ചതായിട്ട് ഓൾറെഡി നശിച്ചതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം നശിക്കും എന്നതിനെ കുറിച്ചുള്ള പ്രവചനം യെഹെസ്കേലിന്റെ പുസ്തകത്തിലും അതുപോലെ യെരമ്യാ പ്രവചനത്തിലും നാം കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ നിവർത്തി ഈ നാഹൂമിന്റെ സമയത്ത് അതിന്റെ നിവർത്തി ഉണ്ടായി, അത് നശിച്ചു. യെഹെസ്കേലിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും യെരമ്യാ പ്രവചനം 46-ന്റെ 25-ാം വാക്യം നമുക്ക് വായിക്കാം. യെഹെസ്കേൽ 30-ന്റെ 14 മുതൽ 16 വരെ. മുപ്പതിന്റെ 14 മുതൽ 16 വരെ. ഞാൻ പത്രോസിനെ ശൂന്യമാക്കും, സോവാൽ തീ വയ്ക്കും, നോവിൽ ന്യായവിധി നടത്തും. മിസ്രൈമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എന്റെ ക്രോധം പകരും. ഞാൻ നോവിലെ പുരുഷാരത്തെ ഛേദിച്ചു കളയും. ഞാൻ മിസ്രൈമിന് തീ വയ്ക്കും, സീൻ അതിവേദനയിലാകും, നോവ് പിളർന്നു പോകും. നോവിന് പകൽ സമയത്ത് വൈരികൾ ഉണ്ടാകും. ഇവിടെ നോവിനെ കുറിച്ച് നമ്മൾ കാണാം. അതാണ് നഹൂമിലെ പ്രവചനത്തിൽ നോ അമ്മോൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നശിപ്പിക്കും, അതിന്റെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് അവിടെ യെഹെസ്കേൽ പ്രവാചകനോട് പറയുന്നുണ്ട്. അതുപോലെ യെരമ്യാന്റെ പുസ്തകത്തിലും ആ സ്ഥലം നോ അമ്മോൻ അല്ലെങ്കിൽ നോവ് അതിന്റെ ന്യായവിധിയെ കുറിച്ച് യെരമ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. യെരമ്യാ പ്രവചനം 46-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. യെരമ്യാവ് 46-ന്റെ 25. ഞാൻ നോവിലെ അമ്മോനെയും
ഫറവോനെയും മിസ്രൈമിനെയും അതിന്റെ ദേവന്മാരെയും രാജാക്കന്മാരെയും സന്ദർശിക്കും. ഇവിടെ എല്ലാം ഈ യഹസ്കേലിന്റെ ഭവനത്തിലും യിരെമ്യാവിന്റെ ഭവനത്തിലും ഈ നോ അമ്മോൻ എന്ന് പറയുന്ന സ്ഥലത്തിന് മേൽ വരാൻ പോകുന്ന ന്യായവിധി ദൈവം അത് നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാഹൂമിന്റെ സമയത്ത് അത് നശിപ്പിച്ചു, അല്ലെങ്കിൽ അതിന്റെ മേലുള്ള ന്യായവിധി നടന്നതായിട്ട് 3-ാം അധ്യായം 8 മുതൽ 10 വാക്യങ്ങളിൽ നാം വായിച്ചു. അപ്പോൾ ഇത് നടന്നത്, ഈ ന്യായവിധി നടന്നത്, നോ അമ്മോൻ നശിപ്പിക്കപ്പെട്ടത് ചരിത്രത്തിൽ പറയുന്നത് BC 663 BC 663 അശൂർ രാജാവായിരുന്ന അശൂർ ബാനിപ്പാൽ ആയിരുന്നു ആ നോ അമ്മോൻ എന്ന് പറയുന്ന ആ സ്ഥലം നശിപ്പിച്ചത്. അതുകൊണ്ട് അതിനുശേഷമുള്ള സമയത്താണ് ഈ നഹൂം പ്രവാചകൻ ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഈ പുസ്തകത്തിലെ വിഷയം എന്ന് പറഞ്ഞാൽ അശൂരിന്റെ തലസ്ഥാനമായിട്ടുള്ള നിനവേയുടെ നാശമാണ് ഈ പുസ്തകത്തിലെ വിഷയം. നിനവേ നശിപ്പിക്കപ്പെടും, നിനവയുടെ മേൽ ന്യായവിധി വരും. അപ്പോൾ ഈ നിനവയുടെ നാശം, അതാ നമുക്ക് ഈ പ്രവചന പുസ്തകത്തിൽ ഉടനീളം നമുക്കത് കാണാനായിട്ട് സാധിക്കും. നിനവയുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയാണ് ഈ പുസ്തകത്തിലെ വിഷയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ നോ അമ്മോൻ നശിപ്പിക്കപ്പെട്ടതിനും നിനവയുടെ നാശത്തിനും ഇടയിലുള്ള സമയത്താണ് ഈ പ്രവാചകൻ നഹൂം പ്രവാചകൻ ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിനവയുടെ നാശം നടന്നത് BC 612 BC 612 BC 663 നോ അമ്മോന്റെ നാശം നടന്നത്, അധപ്പതനം ഉണ്ടായത്, അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെട്ടത്. അതുപോലെ നിനവേ നശിപ്പിക്കപ്പെട്ടത് BC 612. അതുകൊണ്ട് ഇതിനിടയിൽ ഏതാണ്ട് BC 630 സമയത്താണ് നാഹൂം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രവചനം ആരംഭിക്കുന്നത് തന്നെ, നാഹൂം പ്രവചനം ആരംഭിക്കുന്നത് തന്നെ നിനവയെ കുറിച്ചുള്ള പ്രവാചകം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിനവയെ കുറിച്ചാണ് ഈ പ്രവചനത്തില് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിനവയുടെ നാശം, നിനവയെ നശിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആ നിനവയുടെ നാശത്തെ കുറിച്ചാണ് ഈ പുസ്തകത്തില് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ യോനയുടെ പുസ്തകം പഠിച്ചപ്പോൾ നാം കാണുകയുണ്ടായി, യോന നിനവയിൽ പോയി പ്രസംഗിച്ചു, അവിടെ വലിയൊരു മാനസാന്തരം ഉണ്ടായി. അവിടെയുള്ള എല്ലാ ആളുകളും അവർ മാനസാന്തരപ്പെട്ടു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനസാന്തരമായിരുന്നു യോനയുടെ പ്രസംഗത്തിലൂടെ നിനവയിൽ നടന്നത്. 1,20,000 പേര് അവര് മാനസാന്തരപ്പെട്ടു, രട്ടുടുത്തു, മാനസാന്തരപ്പെട്ടു, അവരുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യോന നിനവയിൽ പോയത് ഈ നാഹൂം പ്രവചനത്തിനും 150 വർഷങ്ങൾക്ക് മുമ്പാണ്. 150 വർഷങ്ങൾക്ക് മുമ്പ് യോനയെ ദൈവം നിനവയിൽ അയച്ചു. അവിടെ യോന പ്രസംഗിച്ചു, മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും യോന അവിടെ പ്രസംഗിച്ചു. അപ്പോൾ ആ നഗരം മുഴുവനും അവര് മാനസാന്തരപ്പെട്ടതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ നാഹൂമിന്റെ സമയത്തെ അവസ്ഥ പിന്നീട് 150 വർഷം കഴിഞ്ഞപ്പോൾ മുമ്പുള്ളതിനേക്കാളും അധപ്പതിച്ച നിലയിൽ ഈ നിനവേ ആയിത്തീർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ നാഹൂം പ്രവാചകന്റെ സമയത്ത് നിനവയുടെ അവസ്ഥ നാം കാണണമെങ്കിൽ 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാഹൂം 3-ാം അധ്യായം 1 മുതൽ 4 വരെ. രക്തപാതകങ്ങളുടെ പട്ടണത്തിന് അയ്യോ കഷ്ടം, അത് മുഴുവനും വ്യാജവും അപഹാരവും നിറഞ്ഞിരിക്കുന്നു. കവർച്ച വിട്ടുപോകുന്നതുമില്ല. ചമ്മട്ടിയുടെ ഒച്ച, ചക്രങ്ങൾ കുതിരയൊരുക്കുന്ന ശബ്ദം, പായുന്ന കുതിരകൾ, ഓടുന്ന രഥങ്ങൾ, കുതിര കയറുന്ന കുതിരച്ചേവകർ, ജ്വലിക്കുന്ന വാൾ, മിന്നുന്ന കുന്തം, അനേക നിഹതന്മാർ, അനവധി ശവങ്ങൾ, പിണങ്ങൾക്ക് കണക്കില്ല, അവർ പിണങ്ങൾ തടഞ്ഞ് വീഴുന്നു. ഓക്കെ, ഇവിടെ നാം കാണുന്നത് രക്തപാതകങ്ങളുടെ പട്ടണം. അപ്പോൾ അവിടെ സകല രീതിയിലുള്ള അതിക്രമവും അക്രമവും നിറഞ്ഞ ഒരു സ്ഥലമായിട്ട്, കവർച്ചയും വിട്ടുപോകാത്ത ഒരു പട്ടണമായിട്ട്, സ്ഥലമായിട്ട് നിലവെ നമുക്കത് അവിടെ കാണാനായിട്ട് സാധിക്കും. അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിനവേ എന്ന് പറയുന്നത്. അപ്പോൾ അശൂർ രാജാവിന്റെ തലസ്ഥാനമായിട്ടുള്ള നിനവേ എല്ലാ നിലയിലുള്ള രക്തപാതകം കൊണ്ടും അക്രമം കൊണ്ടും അനീതി കൊണ്ടും നിറഞ്ഞ ഒരു പട്ടണമായിട്ട് തീർന്നു നാഹൂം പ്രവാചകന്റെ സമയത്ത്. യോന പ്രവാചകന്റെ സമയത്ത് അവര് മാനസാന്തരപ്പെട്ടെങ്കിലും പിന്നീട് 150 വർഷത്തിന് ശേഷം 150 വർഷത്തിന്
150 വർഷത്തിന് ശേഷം അവര് മുമ്പിലത്തേക്കാളും അധപ്പതിച്ച ആ കാര്യം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ അവര് രക്തപാതകങ്ങളുടെ പട്ടണമെന്നാണ് നമുക്ക് പരസംഗം, അതുപോലെ വിഗ്രഹാരാധന, ആ നിലയിൽ വളരെ അധപ്പതിച്ച അശൂര്യർ എന്ന് പറയുന്നത് വളരെ ക്രൂരന്മാരായിട്ടുള്ള അതികഠിനന്മാരായിട്ടുള്ള മനുഷ്യരായിരുന്നു. ശത്രുക്കളോട് അവര് വളരെ അതികഠിനമായിട്ടുള്ള രീതിയിലായിരുന്നു അവര് ഇടപെട്ടിരുന്നത്. ആ നിലയില് ഉള്ള വളരെ അധപ്പതിച്ച ഒരു പട്ടണമായിട്ടാണ് നിനവെ നമുക്ക് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ഇനി ശിക്ഷ മാത്രമേ അവര് അർഹിക്കുന്നുള്ളൂ. അവരത്രമാത്രം അധപ്പതിച്ചു പോയി, അവർക്ക് ഇനി ശിക്ഷ മാത്രമേ ഉള്ളൂ. ടൈഗ്രീസ് നദിയുടെ കിഴക്കേ തീരത്തായിരുന്നു നിനവെ സ്ഥിതി ചെയ്തിരുന്നത്. ടൈഗ്രീസ് നദിയുടെ കിഴക്കേ തീരത്താണ് നിനവെ സ്ഥിതി ചെയ്തത്. ഇത് അശൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു ഈ നിനവെ. ഈ നിനവയെ കുറിച്ച് പറയുന്നത് അനേകം കോട്ടകളാലും ഗോപുരങ്ങളാലും ചുറ്റപ്പെട്ടിരുന്ന ഒരു നഗരമായിരുന്നു നിനവെ. എന്നാൽ നാം ഇവിടെ വായിച്ചത് അവിടെ അവരുടെ അപ്തവാക്യം എന്ന് പറയുന്നത് തന്നെ കവർച്ച ചെയ്യുക, കീഴടക്കുക, രക്തം ചൊരിയുക എന്ന് പറഞ്ഞുകൊണ്ട് കവർച്ച ചെയ്യാനായിട്ടും അതുപോലെ കീഴടക്കാനായിട്ടും രക്തം ചൊരിയിക്കാനായിട്ടും മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമായിരുന്നു അവിടെ നിനവയിൽ ഉണ്ടായത്. അങ്ങനെ ഉള്ള ഒരു നഗരം കവർച്ചയായി പോകുമെന്ന് ഇവിടെ നാഹൂം ഇവിടെ പ്രവചിക്കുന്നു. ഈ പ്രവചനം നാഹൂം പ്രവചിച്ചപ്പോൾ അവർ കോട്ടകളാലും ഗോപുരങ്ങളാലും ഒക്കെ ചുറ്റപ്പെട്ട നഗരമാണ്. അവർ വളരെ സുരക്ഷിതമാണ്. എന്നാലും മറ്റുള്ള രാജ്യങ്ങളെ അവര് കവർച്ച ചെയ്യുകയും അതുപോലെ അവരെ പീഡിപ്പിക്കുകയും രക്തപാതകവും ഒക്കെ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ വളരെ ക്രൂരമായിട്ടുള്ള നിലയിൽ ഇടപെട്ടിരുന്ന ഒരു സ്ഥലമാണ് നിനവെ എന്ന് പറയുന്നത്. എന്നാൽ ആ നഗരം അവര് കവർച്ചയായിട്ട് പോകുമെന്നാണ് നാഹൂം ഇവിടെ പ്രവചിക്കുന്നത്. നാഹൂമിന്റെ ഈ പ്രവചനം പൂർണ്ണമായിട്ടും അക്ഷരം പ്രതി ചരിത്രത്തില് നിറവേറിയുണ്ട്. BC 612 മേദ്യർ ഈ പട്ടണം വളയുകയും ചുറ്റുമുള്ള കോട്ടകൾ നശിപ്പിക്കുകയും ചെയ്തു. ആ നിലയില് ആ പട്ടണത്തെ ഇല്ലാതാക്കിയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മേദ്യരാണ് BC 612 ഈ പട്ടണത്തെ നശിപ്പിച്ചത്. അത് മാത്രമല്ല, ടൈഗ്രീസ് നദി കരകവിഞ്ഞൊഴുകുകയും അതുപോലെ ജലം പട്ടണത്തിൽ നിറയുകയും ചെയ്തു. ആ നിലയിൽ ആ നഗരം പൂർണ്ണമായിട്ടും നശിച്ചു. അവിടുത്തെ രാജാവ് തീയിൽ ചാടി മരിച്ച് ആ നിനവയുടെ വിഷമസ്ഥിതി കണ്ടു, ഇനി രക്ഷയില്ലെന്ന് അറിഞ്ഞപ്പോൾ രാജാവ് തീയിൽ ചാടി മരിച്ചു, അങ്ങനെ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ആ നിനവെ നഗരം പൂർണ്ണമായിട്ട് നശിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. പിന്നീട് ആ സ്ഥലം സന്ദർശിച്ച പലർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നിനവയുടെ നാശം ഭയങ്കരമായിരുന്നു. പലരും നിനവയെ കുറിച്ച് പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് അവിടെ വന്ന് അവർക്ക് തിരിച്ചറിയാൻ പോലും അവിടെ അങ്ങനെ ഒരു നഗരം സ്ഥിതി ചെയ്തിരുന്നു, ഒരു വലിയൊരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിനവെ എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയില് ആ പട്ടണം നശിച്ച ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ലോക മഹാന്മാരും അലക്സാണ്ടർ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവര് ഈ നഗരത്തിന്റെ മുകളിലൂടെ അവര് നടന്നുപോയി. ഇതിന്റെ അടിയിൽ ഒരു വലിയ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഉണ്ടായിരുന്നു എന്നറിയാതെ അലക്സാണ്ടർ ചക്രവർത്തി ഉൾപ്പെടെയുള്ള മഹാരഥന്മാര് അവിടെ കടന്നുപോയി. ആ നിലയിൽ നശിപ്പിക്കപ്പെട്ട ഭയങ്കരമായിട്ട് അതികഠിനമായിട്ട് ദൈവത്തിന്റെ ന്യായവിധി നേരിട്ട ഒരു പട്ടണമായിട്ട് നിനവെ ഇരിക്കുന്നു. അപ്പോൾ ഈ നാഹൂം പ്രവചിച്ചതുപോലെ ഈ 3 അധ്യായങ്ങളുള്ള ചെറിയൊരു പ്രവചനമാണ് നാഹൂമിന്റെ പ്രവചനം. എന്നാൽ അവരുടെ മേൽ നിനവയുടെ മേൽ വരാൻ പോകുന്ന അതികഠിനമായിട്ടുള്ള ന്യായവിധിയാണ് ഇതിലെ വിഷയം. അപ്പോൾ നാഹൂം പ്രവചിച്ചതുപോലെ ഈ പ്രവചന പുസ്തകത്തിലെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും അത് അക്ഷരം പ്രതി അതുപോലെ ചരിത്രത്തിൽ നിറവേറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് അത് എത്രയോ സത്യമാണ്. ഈ ദൈവവചനത്തിലെ ഓരോ കാര്യങ്ങളും അത് അതുപോലെ സംഭവിക്കും. ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ പോലും മാറ്റം വരികയില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായതാണ് ദൈവത്തിന്റെ വചനം. അപ്പോൾ അത് ദൈവത്തിന്റെ വചനം അതെങ്ങനെയാണോ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അത് ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി നിറവേറും എന്ന്
ഈ പ്രവചന പുസ്തകങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ ആ നിലവെ സമ്പൂർണമായിട്ട് നശിപ്പിക്കപ്പെട്ടു, ദൈവം അതിനെ ന്യായം വിധിച്ചായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പുസ്തകത്തിന്റെ ഈ പ്രവചന പുസ്തകത്തിന്റെ ഉദ്ദേശം, പർപ്പസ് നാം നോക്കുകയാണെങ്കിൽ, ഈ പ്രവചനം ഒരു മുന്നറിയിപ്പോ അനുതാപത്തിനുള്ള അവസരം നൽകുന്നതോ അല്ല. പല പ്രവചന പുസ്തകങ്ങളിലും അവർക്ക് അനുതാപത്തിനുള്ള, മാനസാന്തരത്തിനുള്ള അവസരം നൽകുന്നുണ്ട്, ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ പ്രവചനത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ അനുതാപത്തിനായിട്ട് അവർക്കൊരു അവസരം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ദൈവം അവർക്ക് യോനാ പ്രവാചകനെ 150 വർഷം മുമ്പ് അയച്ചു. നാഹൂമിനും 150 വർഷം മുമ്പേ യോനാ പ്രവാചകനെ അയച്ചു. അത് മാത്രമല്ല, യോനാ പ്രവാചകൻ അവിടെ പ്രസംഗിച്ചു. അവർക്ക് എന്താണ് ആ നഗരത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രസംഗിച്ചു. ഇനി അവരുടെ ദുഷ്ടതയിൽ തുടരുകയാണെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് യോന അവിടെ പ്രസംഗിച്ചു. അപ്പോൾ അവിടെയുള്ള ആ സമയത്തെ ആളുകൾ അവര് മാനസാന്തരപ്പെട്ടു, അവര് ദൈവത്തിങ്കിലേക്ക് വന്നു. ആ ഒരു വലിയ മാനസാന്തരം അവിടെ ഉണ്ടായി. അപ്പോൾ അവർ മാനസാന്തരപ്പെട്ട് മനം തിരിഞ്ഞ് മുമ്പോട്ട് വന്നപ്പോൾ ദൈവത്തിന് അവരോട് കരുണ തോന്നി. അവരുടെ മേൽ ദൈവം ചൊരിയാനിരുന്ന ന്യായവിധി അത് ദൈവം മാറ്റിവെച്ചു. കുറച്ച് ഗ്രേസ് പീരീഡ് അവർക്ക് നൽകി. അങ്ങനെ കുറച്ചു വർഷങ്ങൾ, ഒരു 150 വർഷം കൂടെ ദൈവത്തിന്റെ കരുണയാൽ, ദൈവത്തിന്റെ കൃപയാൽ അവർക്ക് നൽകി. എന്നാൽ ഇപ്പോൾ ഈ നിനവേക്കാരെന്ന് പറയുന്നത്, നിനവേ പട്ടണം എന്ന് പറയുന്നത് മുമ്പലത്തിനെക്കാട്ടിലും യോനയുടെ സമയത്തുള്ളതിനെക്കാട്ടിലും അവര് ഭയങ്കരന്മാരും അതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നവരും ആയി തീരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഈ അശൂരിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരതികഠിനന്മാരാണ്, അതുപോലെ അതിക്രൂരന്മാരാണ്. ശത്രുക്കളോട് ആ നിലയിലാണ് അവരെ പെരുമാറുന്നത്. ശത്രുക്കളെ ജീവനോടെ തൂണുകളിൽ കെട്ടിത്തൂക്കുക, അതുപോലെ അവരുടെ മാംസം ജീവനോടെ പറിച്ചെടുക്കുക, അതുപോലെയുള്ള അതിക്രൂരമായിട്ടുള്ള നിലയില് മറ്റുള്ളവരെ ടോർച്ചർ ചെയ്യുന്ന ആ നിലയിലുള്ള അതിക്രൂരന്മാരായിട്ടുള്ള അതികഠിനന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഈ അശൂര്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നാഹൂം ഇവിടെ ഈ പ്രവചനത്തിലൂടെ യഹൂദയിലെ ജനത്തോട്, ദൈവം എപ്പോഴും സംസാരിക്കുന്നത് തന്റെ ജനത്തോടെയാണ്. നിനവയെ കുറിച്ചാണ് പ്രവാചകം. പക്ഷെ അതിലൂടെ തന്റെ ജനത്തെ ദൈവം, യഹൂദ ജനത്തെ, അല്ലെങ്കിൽ നമ്മോട് ചില സന്ദേശങ്ങൾ ദൈവം പറയാനാണ് ഇവിടെ നാഹൂം പ്രവചനത്തെ ഉപയോഗിച്ചത്, നാഹൂം പ്രവാചകനെ ഉപയോഗിച്ചത്. അപ്പോൾ നാഹൂം ഈ യഹൂദ ജനത്തോട് പറയുകയാണ്, ദൈവം ഈ അശൂരിന്റെ മേലെ ദൈവം ന്യായവിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദൈവം അത് തീർച്ചയായിട്ടും നിറവേറ്റും. ഇനി അവർക്കൊരു അവസരം ഉണ്ടാകുകയില്ല. അത് മാത്രമല്ല, ഈ നിലവേക്കാര് അവരർഹിച്ചത് തന്നെയാണ് അവർക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവർക്ക് മാത്രമാണ്. അല്ല, ദൈവം അവർക്ക് വേണ്ടുവോളം സമയം മാനസാന്തരപ്പെടാനായിട്ട്, അനുതാപപ്പെടാനായിട്ട്, മനം തിരിച്ചു വരാനായിട്ട് വേണ്ടുവോളം സമയം ദൈവം നൽകി. പക്ഷേ അതിലൊന്നും അവർ മാനസാന്തരപ്പെട്ടില്ല, അവർ മടങ്ങി വന്നില്ല. ഇനി അവരുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള ആ സന്ദേശം തന്റെ പ്രവാചകനിലൂടെ ദൈവം തന്റെ ജനത്തെ അറിയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ദൈവം അവിടെ തൻ പ്രവാചകനിലൂടെ, നാഹൂം പ്രവാചകനിലൂടെ ദൈവം അവിടെ അറിയിക്കാം. നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് ധാരാളം അവസരങ്ങളെ നൽകും. ദൈവം ദീർഘക്ഷമയും മഹാദയയും കരുണയുള്ള ദൈവമാണ്. ദൈവം എപ്പോഴും നമുക്ക് അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. പുകയുന്ന തിരി കെടുത്തി കളയുന്നവനല്ല, ചതഞ്ഞ ഓടെ ഒടിക്കാത്തവൻ, പുകയുന്ന തിരി പോലും കെടുത്താതെ അതിന് പിന്നെയും അവസരം നോക്കുന്ന ഒരു ദൈവമാണ്. ഒരു വൃക്ഷം ഫലം കായ്ച്ചില്ലെങ്കിൽ അടുത്ത ഒരു വർഷം കൂടെ നോക്കാം, അല്ലെങ്കിൽ ആ വർഷവും കൂടെ കായ്ച്ചില്ലെങ്കിൽ പിന്നെ ഒരു വർഷം കൂടെ നോക്കാം എന്ന് പറഞ്ഞ് പിന്നെയും ദൈവം അവസരങ്ങളെ നൽകുകയും, അതുപോലെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. പക്ഷേ ദൈവം എന്നേക്കും ക്ഷമിക്കുകയില്ല. അത് നാം മനസ്സിലാക്കണം. നാം ദൈവത്തിങ്കിലേക്ക് നാം തിരിയും. ദൈവം പല അവസരങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ആ ശിക്ഷാവധി നമ്മുടെ മേൽ വരും. അത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അത്
ഈ നാഹൂം പ്രവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ യോനയുടെ പ്രസംഗത്തോട് അവര് അനുകൂലമായിട്ട് അവര് പ്രതികരിച്ചു. ദൈവത്തിലേക്ക് അവർ മാനസാന്തരത്തോടെ കടന്നു വന്നു. എന്നാൽ 150 വർഷം കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും വിഗ്രഹാരാധനയിലും അതുപോലെ രക്തപാതകത്തിലും അതിക്രമത്തിലും അതുപോലെ ആ ദുഷ്ടതയിലും അവര് വർദ്ധിക്കുന്ന ഒരു അവസ്ഥ, ഇനിയും അവരെ ശിക്ഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് അവിടെ കടന്നു വരുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയില് നിലവിലുള്ള ന്യായവിധിയാണ് ഇതിലെ പ്രധാന വിഷയം, ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. ഇനിയും ചില പ്രത്യേകതകളിലേക്ക്, ഈ പ്രവചന പുസ്തകത്തിന്റെ ചില പ്രത്യേകതകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങളില് 2 എണ്ണം നിനവയെ പരാമർശിച്ചിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് യോനാ പ്രവചനം, 2 നാഹൂം പ്രവചനം. ഈ 2 പ്രവചനം നിനവയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിനവയെ പരാമർശിച്ചിട്ടുള്ള പ്രവചനമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, യോന നിനവയുടെ മാനസാന്തരത്തെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ, യോനയുടെ പുസ്തകം നിനവേക്കാർ എങ്ങനെ മാനസാന്തരപ്പെട്ടു, അവരുടെ മാനസാന്തരത്തെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ, നാഹൂം അവരുടെ നാശത്തെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ യോനയിൽ നാം കാണുന്ന ദീർഘക്ഷമയുള്ള ഒരു ദൈവത്തെ നമുക്ക് യോനയിൽ കാണാനായിട്ട് സാധിക്കും. യോനയുടെ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, യോന 4:2 അവിടെ നമ്മൾ വായിക്കുന്ന 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു, അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ, അതുകൊണ്ടായിരുന്നു ഞാൻ തർശീഷിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേയമുള്ള ദൈവമായി അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ഇവിടെ ദൈവത്തെ കുറിച്ച് യോന മനസ്സിലാക്കിയത്, ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേയമുള്ള ദൈവമാണ്, അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവനാണ്. അപ്പോൾ ആ നിലയിൽ ദീർഘക്ഷമയും മഹാദേയമുള്ള ദൈവത്തെയാണ് യോനയിൽ നമ്മൾ കാണുന്നതെങ്കിൽ, നാഹൂമില് നാം കാണുന്നത് ദൈവം തീഷ്ണതയുള്ളവനും ന്യായവിധി നടത്തുന്നവനുമാണ് ദൈവം എന്ന് നമുക്ക് നാഹൂം പ്രവചനത്തില് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവം ക്ഷമിക്കും, ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, പക്ഷെ എന്നേക്കും ദൈവം ക്ഷമിച്ചുകൊണ്ടിരിക്കത്തില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്, നാം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. ഇനി അടുത്ത 3-ാമത്തെ കാര്യം നാം കാണുമ്പോൾ, യോന കൃപയുടെ പ്രവാചകനും നാഹൂം ന്യായവിധിയുടെ പ്രവാചകനുമാണ്. കൃപയുടെ പ്രവാചകനായിട്ട് യോനയെ നാം കാണുന്നെങ്കിൽ, ന്യായവിധിയുടെ പ്രവാചകനായിട്ട് നമുക്ക് നാഹൂമിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ യോന പ്രസംഗിച്ചു, യോനയുടെ പ്രവചനത്തിലൂടെ ആളുകൾ മാനസാന്തരപ്പെട്ടു, അവര് ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. എന്നാല് നാഹൂമിന്റെ പ്രവചനത്തിന്റെ അനന്തരഫലം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ ന്യായവിധിയാണ്. അപ്പോൾ ദൈവം നമ്മെ പല നിലകളിലാണ് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ ന്യായവിധിക്ക് വേണ്ടിയായിരിക്കും. ദൈവം നമ്മെ ആ നില, നാഹൂമിന്റെ പ്രസംഗം കേട്ട് ആരും മാനസാന്തരപ്പെട്ടില്ല, അല്ലെങ്കിൽ മാനസാന്തരപ്പെടാനായിട്ട് ഒരു അവസരം പോലും ദൈവം അവിടെ കൊടുത്തില്ല. അങ്ങനെ ഒരു അവസരം അവർക്കില്ലായിരുന്നു. എന്നാല് ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് അവരോട് പറയുക, ആ സന്ദേശം അറിയിക്കുക, അതാണ് ഇവിടെ നാഹൂം അവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് 4-ാമതായിട്ട് നാം കാണുന്നത്, യോന നിനവയുടെ മാനസാന്തരം മുൻകൂട്ടി കാണും. അതുകൊണ്ടാണ് യോന അവിടെ പോകാനും ദൈവത്തിന്റെ സന്ദേശം അറിയിക്കാനും യോന വൈമനസ്യം കാണിച്ചത്, അവിടെ കടന്നു പോകാൻ ആഗ്രഹിക്കാഞ്ഞത്. കാരണം ഈ അശൂര്യർ എന്ന് പറയുന്നത് യോനയ്ക്ക് അറിയാം, അവർ വളരെ കഠിനന്മാരാണ്, അവര് ഭയങ്കരന്മാരാണ്. എങ്ങാനും യോനയുടെ പ്രസംഗം കേട്ട് അവര് മാനസാന്തരപ്പെട്ടാൽ ദൈവം എങ്ങനെയുള്ളവനാണെന്ന് യോനയ്ക്ക് അറിയാം. ദൈവം മഹാദേവ ദീർഘക്ഷമയുള്ളവനാണ്, ദൈവം ചെയ്യാൻ പോകുന്ന അർത്ഥത്തെ കുറിച്ച് അനുദപിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ യോനയുടെ പ്രസംഗം എങ്ങാനും അവര് കേട്ടാല്, അവര് മാനസാന്തരപ്പെട്ടാൽ അവരുടെ മേൽ ശിക്ഷ വരത്തില്ല. അതുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന മാനസാന്തരം യോന മുൻകൂട്ടി കണ്ടു. എന്നാലും നാഹൂം നിനവയുടെ നാശമാണ് മുൻകൂട്ടി കാണുന്നത്. നാഹൂം പ്രവചിച്ചപ്പോൾ നിനവയുടെ നാശം താൻ മുൻകൂട്ടി കാണും. 1-ാം അധ്യായം
2-ാം വാക്യം നാം വായിക്കുന്നത്, ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു. യഹോവ തന്റെ വൈരിയോട് പ്രതികാരം ചെയ്യുകയും തന്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ നാഹൂമിന് ആ നിലയിലാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ യോന നിനവയുടെ മാനസാന്തരം മുൻകൂട്ടി കാണുന്നെങ്കിൽ നാഹൂം നിനവയുടെ നാശം മുൻകൂട്ടി കാണുന്നു. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നാഹൂം പ്രവചനം എന്ന് പറയുന്നത് എബ്രായ ഭാഷയില് ഒരു കവിതാ രൂപത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഒരു കവിതയായിട്ടാണ്, അതായത് ഒരു കവിതാ രൂപത്തിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. അനേക അലങ്കാരങ്ങൾ നമുക്ക് ഈ ചെറിയ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. അനേകം അലങ്കാരങ്ങൾ, കവിതയിൽ ഉപയോഗിക്കുന്ന അനേക അലങ്കാരങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ചില അലങ്കാരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഒന്ന് നിനവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിനവെ വാർന്നു പോകുന്ന ഒരു ജലാശയം പോലെ എന്ന നിലവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം 8-ാം വാക്യം. നമ്മുടെ മലയാളം ബൈബിളിൽ അത്ര ക്ലിയർ അല്ല, എന്നാൽ ഇംഗ്ലീഷിലെ ചില പരിഭാഷകൾ വായിക്കുകയാണെങ്കിൽ വാർന്നു പോകുന്ന ഒരു ജലാശയം പോലെ നിലവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. നിനവേ പുരാതനമേ ഒരു ജലാശയം പോലെ ആയിരുന്നു, എന്നാൽ അവർ ഓടിപ്പോകുന്നു. നിൽപ്പിൻ, ആരും തിരിഞ്ഞു നോക്കുന്നില്ല താനും. നിനവേ പുരാതനമേ ഒരു ജലാശയം പോലെ ആയിരുന്നു, അവർ ഓടിപ്പോകുന്നു. അല്ലെങ്കിൽ വാർന്നു പോകുന്ന ഒരു ജലാശയം പോലെ നിനവേ ആണ് എന്ന് ഇവിടെ അലങ്കാരം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അടുത്തൊരു അലങ്കാരം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിനവേ അസ്ഥികളും മാംസങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സിംഹഗുഹ. അസ്ഥികളും മാംസങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സിംഹഗുഹയായിട്ട് നിനവേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായം 11-12 വാക്യം. ഭയപ്പെടുത്താതെ സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപ്പുറവിലൂടെ സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വയ്ക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇരകൊണ്ട് തന്റെ ഗഹ്വരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തന്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. ഇര കൊണ്ടും അതുപോലെ കടിച്ചു കീറിയതിനെ കൊണ്ടും തന്റെ ഗുഹകളെ നിറയ്ക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അസ്ഥികളും മാംസങ്ങളും നിറഞ്ഞിരിക്കുന്ന ഒരു സിംഹഗുഹയായിട്ട് ഇവിടെ നിനവേ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ നാം പിന്നീട് കാണുന്നത് നിനവേ തെരുവിൽ നാണിച്ച ഒരു വേശ്യയെ പോലെ ആകുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായം 5-6 വാക്യം. 3-ാം അധ്യായം 5-6 വാക്യം. ഞാൻ നിന്റെ വസ്ത്രാഗ്രഹങ്ങളെ നിന്റെ മുഖം വരെ പൊക്കി, ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ ലജ്ജയും കാണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ അമേദ്യം നിന്റെ മേലെറിഞ്ഞ് നിന്നെ നീതിയും നിന്നാ വിഷയമാക്കും. അപ്പോൾ അവരുടെ മേൽ വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാണിച്ച ഒരു വേശ്യയെ പോലെയാണ് നിനവേ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിനവയെ കുറിച്ച് പിന്നീട് പറയുന്ന 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം, അവിടെ ആക്രമിക്കുന്നവരുടെ വായിലേക്ക് പഴങ്ങൾ വീഴുന്ന അത്തിവൃക്ഷം പോലെ ആകുന്നു നിനവേ എന്ന് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം കാണും. നിന്റെ കോട്ടകളൊക്കെയും തലപ്പഴത്തോടു കൂടിയ അത്തിവൃക്ഷങ്ങൾ പോലെയാകും. കുലിക്കാൽ അവ തിന്നുന്നവന്റെ വായിൽ തന്നെ വീഴും. കുലിക്കാൽ അവ തിന്നുന്നവന്റെ വായിൽ തന്നെ വീഴും. ആ നിലയിലുള്ള ആക്രമിക്കുന്നവരുടെ വായിലേക്ക് പഴങ്ങൾ വീഴുന്ന ഒരു അത്തിവൃക്ഷം പോലെയാണ് നിനവേ. അപ്പോൾ ഇതൊക്കെ ഈ നിനവയുടെ മേൽ വരാൻ പോകുന്ന അതിഭയങ്കര ന്യായവിധിയെ കുറിച്ചുള്ള അലങ്കാരങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പ്രവചന പുസ്തകത്തിലെ കീ വേഴ്സസ് അല്ലെങ്കിൽ പ്രധാന വാക്യങ്ങൾ എന്ന് പറയുന്നത് 1-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യം, അതുപോലെ 3-ാം അധ്യായം 7-ാം വാക്യം. 1-ാം അധ്യായം 7-ഉം 8-ഉം വാക്യം. യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണമാകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. 8-ാം വാക്യം. എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിന്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും, തന്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ നിന്ന് പിന്തുടരുന്നു. ഓക്കെ, ഇവിടെ നാം ദൈവത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അങ്ങനെ നിന്നെ കാണുന്നവര് നിന്നെ വിട്ടോടി നിനവേ ശൂന്യമായി കിടക്കുന്നു. അവളോട് സഹതാപം കാണിക്കും. ഞാൻ ഇവിടെ നിന്ന് നിനക്ക് ആശ്വാസകന്മാരെ അന്വേഷിക്കേണ്ടു എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നാം ആദ്യം ചിന്തിച്ച പോലെ നാഹൂം എന്നുള്ള വാക്കിന്റെ അർത്ഥം ആശ്വാസപ്രദം എന്നാണ്. പക്ഷെ ആശ്വാസത്തിന് യാതൊരു വകയും നമുക്ക്
ഈ പ്രവചന പുസ്തകത്തിൽ കാണുന്നില്ല. അവരുടെ മേൽ വരാൻ പോകുന്ന അതികഠിനമായിട്ടുള്ള ന്യായവിധിയാണ് നമുക്ക് ഈ പ്രവചന പുസ്തകത്തിൽ നാം കാണും. ഈ നാഹൂമിന്റെ പുസ്തകം 1-ാം അധ്യായം 15-ാം വാക്യത്തെ അത് വേറൊരർത്ഥത്തില് ഇവിടെ അല്ലെങ്കിൽ 1-ാം അധ്യായം 15-ാം വാക്യം റോമാലേഖനം 10-15 വാക്യത്തില് പൗലോസ് അവിടെ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് 2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായം 15-ാം വാക്യവും റോമാലേഖനം 10-15. ഇതാ പർവ്വതങ്ങളിന്മേൽ സുവാർത്താദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ, യഹൂദയെ നിന്റെ ഉത്സവങ്ങളെ ആചരിക്കുക, നിന്റെ നേർച്ചകളെ കഴിക്കുക, ദുഷ്ടൻ നിന്നിൽ കൂടി കടക്കയില്ല, അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇവിടെ നാം കാണുന്നുണ്ട്, ഇവിടെ പർവ്വതങ്ങളിൽ മേൽ സുവാർത്ത ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ. അപ്പോൾ അതിനെക്കുറിച്ച്, ആ കാലിനെ കുറിച്ച്, സമാധാനം അല്ലെങ്കിൽ ആ സമാധാനം ഘോഷിക്കുന്നവന്റെ കാലിനെ കുറിച്ച് പൗലോസ് ഇതേ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു. സുവിശേഷിക്കുന്നവരുടെ കാലത്ത് മനോഹരം എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ആ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. പർവ്വതങ്ങളിൽ മേൽ സുവാർത്ത ദൂതനായി സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ. അപ്പോൾ ഇവിടെ റോമാലേഖനത്തിൽ പറയുന്ന നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം. അപ്പോൾ സമാധാനം അറിയിക്കുന്നവര്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 15-ാം വാക്യത്തില് നാം വായിക്കുന്നുണ്ട്, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അപ്പോൾ നമ്മുടെ സർവായുധ വർഗത്തിൽ ഉള്ള ഒരു ഒരായുധമാണ് ഷൂസ്, കാലിൽ ഇടേണ്ടുന്ന ചെരുപ്പ്. അത് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമാണ്. അപ്പോൾ പർവ്വതങ്ങളിൽ മേല് സുവാർത്ത ദൂതനായി സമാധാനം ഘോഷിക്കുന്നവരുടെ കാൽ അതെത്ര മനോഹരമാണെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. അപ്പോൾ ആ മനോഹരം എന്ന് പറയുന്നത് അതിലിട്ടേക്കുന്ന ആ ചെരുപ്പാണ്. അപ്പൊ അത് സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ചെരുപ്പാണ് അവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ സമാധാനം ഘോഷിക്കുന്നവനാണ് ആ നിലയിലുള്ള സുവാർത്ത ദൂതൻ. ആ സമാധാനം എന്ന് പറയുന്നത് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തില് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനമാണ്. അപ്പോൾ സമാധാനം ആണ് ഇന്ന് മനുഷ്യർക്ക് ആവശ്യം. പാപം ചെയ്തപ്പോൾ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തോടുള്ള സമാധാനമാണ്. ദൈവത്തോട് സമാധാനം നഷ്ടപ്പെട്ട മനുഷ്യന് അത് മുഖാന്തരം വ്യക്തി ജീവിതത്തിൽ സമാധാനമില്ലാതെയായി, കുടുംബജീവിതങ്ങളിൽ സമാധാനമില്ലാതെയായി, സമൂഹ ബന്ധങ്ങളില് അന്യോന്യമുള്ള ബന്ധങ്ങളിൽ സമാധാനമില്ലാതെയായി. അപ്പോൾ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം, അല്ലെങ്കിൽ സമാധാനം ഘോഷിക്കുന്നവന്റെ കാൽ എത്ര മനോഹരം. അപ്പോൾ സമാധാനമാണ് ഘോഷിക്കുന്നത്. സുവിശേഷം അത് സമാധാനമാണ് പ്രദാനം ചെയ്യുന്നത്. ദൈവവുമായിട്ട് സമാധാനം ഉണ്ടാകുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളില്, മറ്റുള്ളവരുമായിട്ട്, കുടുംബ ബന്ധങ്ങളിലൊക്കെ നമുക്ക് സമാധാനം അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ ആ സമാധാനം കൊണ്ടുവരുന്ന, ആ സമാധാനത്തിന്റെ വാർത്ത, ആ നല്ല സന്ദേശം കൊണ്ടുവരുന്നവരുടെ കാലം എത്ര മനോഹരമെന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ കാലിന് ചെരുപ്പാക്കണം. അതിനായിട്ട് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണം. നമ്മുടെ ജീവിതത്തില് ദൈവം നമ്മെ ഈ ആക്കി വെച്ചിരിക്കുന്ന, ഈ ഭൂമിയിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിന്റെ സാക്ഷികളായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിലൂടെ നിറവേറുവാനായിട്ട് ഇടയായിട്ട് തീരണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നഹൂമിന്റെ ഈ പ്രവചന പുസ്തകം വളരെ ചെറിയൊരു പുസ്തകമാണ്, കുറച്ച് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ നിലയിലുള്ള അനേകം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഒരു ഭയനിർദ്ദേശമായിട്ട് ഈ പുസ്തകവും നമ്മളുടെ ബന്ധത്തിൽ ആയിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രവചനത്തെക്കാൾ അധികമായിട്ട്, പ്രവചനങ്ങൾ നാം പഠിക്കണം, എന്നാൽ അതിനേക്കാളും അധികമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ അത് മുഖാന്തരം ക്രമീകരിക്കുവാനായിട്ട്, ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ തെറ്റുകളെ കണ്ടുണരുവാൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ട്, ഒരു മാനസാന്തരത്തിന്റെയും അനുതാപത്തിന്റെയും ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.